ആള് നല്ലൊരു ജനകീയനാണ്, നല്ലൊരു പൊതുപ്രവർത്തകനാണ്. എല്ലാവർക്കും അത്രയും വേണ്ടപ്പെട്ടൊരു ആളാണ്. സ്വന്തം ദീപേട്ടൻ തന്നെയായിരിക്കും ഭൂരിപക്ഷത്തോടെ ജയിക്കും. ദീപേട്ടൻ എന്തായാലും ജയിക്കും. കാരണം ഇവിടെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഉറപ്പാണ്. ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് തലക്കശ്ശേരി ഡിവിഷനിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? ആള് ജയിക്കും തോന്നാൻ കാരണം എന്താ? ആള് നല്ലൊരു ജനകീയനാണ്, നല്ലൊരു പൊതുപ്രവർത്തകനാണ്. എല്ലാവർക്കും അത്രയും വേണ്ടപ്പെട്ടൊരു ആളാണ്. അതുകൊണ്ട് ആള് ജയിക്കുന്നതാണ് ചേട്ടന് തോന്നുന്നത്. ചേട്ടാ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നത്? ആള് ജയിക്കും തോന്നാൻ കാരണം? മുൻ പ്രവർത്തനങ്ങളും പൊതുവായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് വിലയിരുത്തിയ ആളുകളൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരാളാണ്. നല്ല പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ചതാണ്. മുൻ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് നിന്നുള്ള ഒരാൾ. പിന്നെ ജനങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ളതാണ്. അത് ദീപേട്ടൻ ജയിക്കുന്നത് തന്നെയാണ്. ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ ദീപേട്ടൻ എന്തായാലും ജയിക്കും. കാരണം ഇവിടെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ നാട്ടുകാർക്കും നാടിനും എല്ലാ ആളുകൾക്കും അതുകൊണ്ട് ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ജയിച്ചെന്നുള്ളത് കൊണ്ട് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും തീർച്ചയായിട്ടും. അപ്പൊ LDF വലിയൊരു പേരോട് പ്രതീക്ഷിക്കും. ചേട്ടാ, ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പൊ തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? പോരാട്ടമാണ് നടക്കുന്നത്. ആര് ജയിക്കുന്നത് പറയാൻ പറ്റില്ല. പ്രവചനാതീതമാണോ? ചേട്ടാ, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? ആള് ജയിക്കുന്നതാണ് തോന്നുന്നത്. എന്താണ് ജയിക്കുന്ന തോന്നാൻ കാരണം? അതുകൊണ്ട് ആള് ജയിക്കുന്നത് തോന്നുന്നു. ചേട്ടാ, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? ഇവിടെ ഇപ്പൊ നല്ല കടുത്ത മത്സരമാണ്. ആര് ജയിക്കുന്നുള്ള അറിയില്ല. ഒരു മത്സരം നല്ല കടുത്താണ്. ടൈറ്റ് മത്സരമാണ്. അപ്പൊ മുതൽ പ്രവചനാതീതമാണ്. അപ്പൊ അതെ അതെ. ഇലക്ഷന്റെ ചൂടൊക്കെ മൊത്തത്തിൽ കടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? ബ്ലോക്കില് ദീപുണ്ടാവും. ആള് ജയിക്കും തോന്നാൻ കാരണം എന്താ? ദീപൊരു ജനപ്രിയ നായകനാണ്. നല്ല സഹായം ചെയ്യും എല്ലാവർക്കും. അതുകൊണ്ട് ആള് ജയിക്കുന്നതാണ് തോന്നുന്നത്. ഇലക്ഷനൊക്കെ ഇപ്പൊ അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണത്? ഡിവിഷനിൽ ദിവാകരൻ. ആള് ജയിക്കും തോന്നാൻ കാരണം എന്താ? അയാള് നല്ല സ്വഭാവമാണ്. പാർട്ടിപരമായിട്ട് നല്ല പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ആള് ജയിക്കുന്നതാണ് തോന്നുന്നത്. ചേട്ടാ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടൊക്കെ? തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നത്? ആള് ജയിക്കും തോന്നാൻ കാരണം എന്താ? പിന്നെ ആൾക്കാർ നല്ല കാര്യങ്ങൾ, നല്ല റോഡ്, വീടുകൾ വെച്ചാൽ പിന്നെ ആൾക്കാരെ അതിനെ നോക്കിയല്ലോ. അതിനെ പക്ഷെ വേറൊന്നുമില്ല. ഇവരെ കാര്യങ്ങൾ ഈ പാർട്ടി സപ്പോർട്ട് ചെയ്തു. വേറൊന്നുമില്ല. ചേട്ടന് ആള് ജയിക്കണം എന്നാണ് ആഗ്രഹം. ഞങ്ങൾ LDF മൊത്തം കേരളത്തിൽ വരണം. സംവിധാനങ്ങൾ അതാണ്. നല്ല റോഡുകൾ, പിന്നെ പെൻഷൻ. 3000 പെൻഷൻ മേടിക്കാൻ പോലും ആൾക്കാരില്ല. അപ്പൊ അത് നല്ല അഭിപ്രായം വരില്ലോ. ഈ തൊഴിലുറപ്പിൽ ഇവര് 18 മാസം പെൻഷൻ ഇല്ലാണ്ടായി. അപ്പൊ ഇതൊക്കെ നല്ല കാര്യം കൊടുക്കുന്നത് LDF സർക്കാരല്ല. 15 ലക്ഷം സർക്കാരുണ്ടാവും, പഞ്ചായത്തിലുണ്ടാവും. അതാണ് ദീപേട്ടൻ ജയിക്കാൻ പറയുന്ന കാരണം. ചേച്ചി, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്നു ചേച്ചിക്ക് തോന്നണേ? എന്തായാലും നമ്മുടെ സ്വന്തം ദീപേട്ടൻ തന്നെയായിരിക്കും ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് പ്രതീക്ഷ. ആള് ജയിക്കും തോന്നാൻ കാരണം എന്താ? നല്ല സജീവ പ്രവർത്തനമാണ്, എല്ലാവരോടും നല്ല പെരുമാറ്റാണ്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ദീപേട്ടൻ തന്നെയായിരിക്കും വിജയിക്കുന്നത്. ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? നാടിന് നന്മ ചെയ്യുന്ന പാർട്ടി ആയിരിക്കട്ടെ ജയിക്കേണ്ടത്. അതാണ് എന്റെ. ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പൊ തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? രണ്ടും തുല്യരായ ശക്തികളാണ്. ദീപേട്ടൻ നമ്മുടെ അയൽവാസിയാണ്. മറ്റാൾ ഓൾറെഡി ഇവിടെ മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ്. നല്ല ടൈറ്റ് മത്സരമാണ്. ചേട്ടാ, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണേ? ദിവാകരൻ ജയിക്കും. ആള് ജയിക്കും തോന്നാൻ കാരണം എന്താ? ഇവിടുത്തെ തരംഗം അങ്ങനെയാണ്. ഈ 5 കൊല്ലത്തിനേട് പഞ്ചായത്ത്, പട്ടിത്തറ പഞ്ചായത്ത് ഭരിച്ചതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. പിന്നെ കൂടാതെ ഈ 2-3 വാർഡ് തന്നെ പിന്നെ വലതുപക്ഷം മുന്നേണ്ടായിരുന്നു. അവരുടെ പോരായ്മ തന്നെയാണ്. കാര്യങ്ങളൊന്നും നേരെ ചെയ്തിട്ടില്ല. പിന്നെ 5 കൊല്ലമായിട്ട് 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ 2-3 അഗ്രിമെന്റ് പട്ടിത്തറ പഞ്ചായത്ത് വെച്ചു വീടിന് വേണ്ടി. അത് ഇന്നുവർക്കും തന്നിട്ടില്ല, പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു ഇതുപോലും കിട്ടിയിട്ടില്ല. പിന്നെ ഈ റോഡുകൾ, ഇവിടെ ചില റോഡുകൾ മേഖലയില പിന്നെ തോട്, നടക്കാൻ വഴികൾ, ഒരു കോൺക്രീറ്റ് അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു
ഇപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്താണ് ലൈറ്റ് ഇട്ടത്. അപ്പോൾ അവർക്കും വേറെ യാതൊരു വികസന പ്രവർത്തനമില്ല. എവിടെയെങ്കിലും ലേശം കാട്ടും. അതിപ്പോൾ ഈ ഇലക്ഷൻ സമയത്തിൽ മാത്രമാണ്.